അളിയാൻ പറഞ്ഞത് ഒരു 8-10 വീടിന്റെ പണിയുണ്ട്, വലിയ പണിയാണ്, വാന്നൊക്കെയാണ്. ചെന്ന് നോക്കുമ്പോ എന്താ സംഭവം എന്ന് പറയാ എനിക്ക്, ഏതോ ഒരു ചങ്ങാതി പാവപ്പെട്ട ആളുകൾക്ക് മറ്റേ ഈ ചേരിയിലൊക്കെ ഉള്ള ആളുകളാണ്, അവർക്ക് വീട് വെച്ച് കൊടുക്കുക. എന്താ വീട്? വെറുതെ ഈ അലകും കോലും ഇങ്ങനെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ മറ്റേ ഷീറ്റ് ഇങ്ങോട്ട് പെയ്യും. അതാണ് ആ ഒരു പണിക്ക് ഇപ്പൊ ഇവിടുന്ന് വാസൂട്ടി പോകേണ്ട ഒരു കാര്യമില്ല. കാര്യമില്ല. ഇപ്പൊ നമ്മ വലിയ വീട് പണിതാലും ഷീറ്റിട്ട വീട് പണിതാലും വൈകുന്നേരം കൂലി കൃത്യമല്ലേ കിട്ടണത്. പിന്നെ ഏത് വീടായാലും എന്താണ് കൂലിയൊക്കെ കിട്ടണോ? വെയിലുണ്ടല്ലോ, കരിഞ്ഞങ്ങോട്ട് പോകണേ. അതിപ്പോ ഇവിടെ വെയിൽ കൊള്ളാതെ പച്ചക്ക് ഇരുന്നിട്ട് എന്താ കാര്യം? പണിയുണ്ടെങ്കിൽ പണിക്ക് പോണം. ഇപ്പൊ നീ ആ പൈസ ഒക്കെ കിട്ടിയപ്പോ വീട്ടിലൊരു ഐശ്വര്യമുണ്ട്, മുഖം കാണാനൊരു വൃത്തിയുണ്ട്. എന്ത് ഇപ്പഴാ? ആ പോടാ അവിടെ നിന്ന്, വെറുതെ അറിയാം. ഇത് പണിക്ക് പോകാതിരിക്കാനുള്ള അടവാണ്. പിന്നെ അവിടെ എങ്ങാനും ഒരു മാസം നിന്ന് പണിതിട്ടുണ്ടെങ്കിൽ മൂക്കിൽ പഞ്ഞു വെച്ച് കൊണ്ടുവരേണ്ടി വരും എന്നെ. അത് സാരമില്ല, അതിനിവിടെ ആവശ്യത്തിന് ആംബുലൻസ് ഉണ്ട്, ഞങ്ങൾ കൊണ്ടുവന്നോളാം. ഞാനൊക്കെ വന്ന് പൊലി ഒന്നും പറയണ്ട. അതെ, ഇപ്പൊ അവിടെ പണിക്ക് പോണതിന്റെ ബുദ്ധിമുട്ടുകൾ പറയണേ. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, എന്ത് ബുദ്ധിമുട്ടായിക്കോട്ടെ. ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഇപ്പൊ എന്റെ കുടുംബത്തിൽ ഒരു സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അത് പറയാണ്ടിരിക്കാൻ വയ്യ. എന്താന്ന് ചോദിച്ചാ മുമ്പുള്ള സന്തോഷം മാതിരിയല്ല. എടാ ചെങ്ങായി, ഈ എന്തായാലും ഉണ്ടല്ലോ ഇവിടെ ഇനി കിടന്ന് കെട്ടിത്തിരണ്ട കേട്ടോ. ഈ കോയമ്പത്തൂർക്ക് പണിക്കോ. എന്ത് ചൂടാ കോയമ്പത്തൂരിന് ഇപ്പൊ ഇല്ലാത്ത കുറ്റമില്ല. അവിടെ സൂര്യൻ ഉദിക്കണം രാവിലെ വെയിലിന്ന്. ഞങ്ങളൊക്കെ പിന്നെ ഇവിടെ ബൾബിട രാവിലെ. എടാ ചെങ്ങായി പണിയുള്ളടത്ത് നിക്കണം, അതിന്റെ ഒരു സമാധാനം സന്തോഷമൊക്കെ കുടുംബത്തുണ്ടാവും. ഉണ്ടല്ലോ ഞാൻ സത്യത്തില് ഈ ഒരു കാര്യം പറയാനാ എന്റെ അടുത്തേക്ക് വന്ന് ഭരിക്കണാറൊക്കെ പറയാൻ ചമ്മലുണ്ട്. എന്നാലും ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പൊ ഇന്ന് റസിയും മല്ലികയും കൂടിയിട്ടേ അവള് കുറച്ച് കായ് കടം മേടിച്ചിട്ടുണ്ടായിരുന്നു റസിയാടയിന്ന്. മറ്റേ മല്ലികേ അവര് 10,000-2,500 റുപ്യ ആ കാശൊക്കെ കൊണ്ടുവന്ന് റസിയാടയിൽ കൊടുക്കണു. ഒരു മാക്സിക്കാര് വന്നിട്ടുണ്ടായിരുന്നു, അവര് 2 മാക്സിയൊക്കെ മേടിച്ചു പറഞ്ഞു, അവളും എടുത്തു പറഞ്ഞു. എന്നാ റസിയാക്ക് ഇരിക്കട്ടെ, എന്റെ ഒരു സന്തോഷം അല്ലെ. ഇതൊക്കെ ചെയ്യുമ്പോ നമുക്ക് മനസ്സിലൊരു സന്തോഷം. സത്യം പറഞ്ഞേക്കാൾ കണ്ടിട്ട് കണ്ണിന് വെള്ളം നിറഞ്ഞിട്ടോ നേരം നോക്കട്ടെ. എന്തേ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത്? അതെ, നീ ശരിക്കും പറഞ്ഞു തന്നെയാണോ അതോ സ്വപ്നം കണ്ടിട്ട് അത് പറഞ്ഞാണോ? ഏടാ ചെങ്ങായി, ഞാൻ അത് കണ്ടിട്ടല്ലേ പറഞ്ഞേക്കെ. ഇത് അനക്കൊരു 10 റുപ്യക്ക് സന്തോഷം തന്നെയാണ്. അല്ലാതെ മല്ലിക റസിയക്ക് പൈസ കൊടുത്തു എന്ന് പറഞ്ഞത്? മല്ലിക അവളുടെ കടം വാങ്ങിയ കായ് തിരിച്ചു കൊടുത്ത്. അവൾക്ക് ഇവിടെ പൈസ കയ്യില് പൊന്നെ ഞങ്ങൾക്ക് വായ്പ അവിടെ തന്നെ ഇരുന്നോട്ടെ. എടാ ഇവ ഈ പറയണത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മല്ലിയുടെ കയ്യിൽ പൈസ ഇല്ലാതെ എങ്ങനെയാ റസിക്ക് പൈസ കൊടുക്കുന്നത്? അവൾക്ക് എന്താ നോട്ടസ് അടിക്കണ നല്ല വിഷയമുണ്ടോ അവളുടെ കയ്യിൽ കൊടുക്കാണ്ട്? ഞാൻ പിന്നെ നോണ അറിയാ. ഇന്നലെ വരെ 10 പൈസ ഇല്ലാന്ന് പറഞ്ഞാലേ നീ വന്നേ പിന്നല്ലേ ചെലവാക്കാൻ തുടങ്ങിയത്. അല്ല, ഓളുടെ കയ്യിൽ എവിടുന്ന പയ്യനുള്ള പൈസ എന്നാണ്? ഞാൻ പൈസ കൊടുത്തിട്ടില്ല. ഈ കൊടുക്കാണ്ട് പിന്നെ എങ്ങനെ നിനക്ക് തരാനുള്ള പൈസ അവളുടെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അത് നേരിട്ട് കൊടുത്തൂടെ? കടം മേടിച്ച എന്താ ആവശ്യത്തിന്? കോയമ്പത്തൂരിന് ഒന്നും കിട്ടിയില്ലേ? കോയമ്പത്തൂരിന്ന് കിട്ടി, അതിന്റെ കയ്യിലുണ്ട് കുറച്ച് പൈസ. പിന്നെ അതില് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചു വരും, ബാക്കി പൈസ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇവൾക്ക് കൊടുത്തിട്ടില്ലേ. പിന്നെ അവളുടെ മാത്രം പൈസ ഞാൻ ഇവിടെ ചെല്ലണ്ട് ചോദിക്കാം.